കോവക്കയും കടലയും കൊണ്ട് ഇങ്ങനെയൊരു ഉപ്പേരി അല്ലെങ്കിൽ സ്റ്റിർ ഫ്രൈ കഴിച്ചിട്ടുണ്ടോ? ഇതാണ് കർണാടക സ്പെഷ്യൽ കടലേ മനോലി അല്ലെങ്കിൽ മനോലി കടലി. മനോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവയ്ക്ക. നമുക്ക് വേഗം തന്നെ കുക്കിങ്ങിലേക്ക് കടക്കാം. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. എല്ലാ പുതിയ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ആ ബെൽ ബട്ടണും ഒന്ന് അമർത്തിക്കോളൂ. എന്നാലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. നമ്മുടെ കറിക്കടല ഉപ്പ് ചേർത്ത് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഒരു കപ്പോളം എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അത് ഏകദേശം ഒരു 150 ഗ്രാമോളം വരും. കുക്ക് ചെയ്തതിന് ശേഷമുള്ള അളവാണ് പറയുന്നത്. ഇത് ഏകദേശം നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പി ഏകദേശം 5-6 പേർക്ക് സുഖമായിട്ട് കഴിക്കാനുള്ള ഉപ്പേരി ഉണ്ടാകും. കോവയ്ക്ക 250 ഗ്രാം എടുത്തിട്ടുണ്ട്. നീളത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അധികം നീളമുള്ളത് ഒരു പകുതിക്ക് വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അധികം പഴുത്ത കോവയ്ക്ക എടുക്കാത്തതാണ് നല്ലത് കേട്ടോ. കർണാടകയിൽ അവർ കോവയ്ക്ക മുന്നേ തന്നെ കുക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നീട് മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനേക്കാളും ടേസ്റ്റ് വഴറ്റിയെടുത്ത് ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഇതിലേക്ക് വേണ്ട മസാല പ്രിപ്പയർ ചെയ്യാം. അതിലേക്ക് വേണ്ടത് മുഴുവൻ മല്ലി 1.5 ടേബിൾ സ്പൂൺ, ജീരകം 1/2 ടീസ്പൂൺ, ഉലുവ 1/4 ടീസ്പൂൺ, കറിവേപ്പില 1 തണ്ട്, ഒരു 5-6 ചുമന്ന മുളക്, 2 കഷ്ണം പട്ട, 2 കഷ്ണം ഗ്രാമ്പു. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇതിന്റെ കൂടെ ചിലരൊക്കെ വെളുത്തുള്ളിയും കൂടി 2-3 അല്ലികൾ ചേർക്കും. ഞാൻ ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് വെളുത്തുള്ളി ഒഴിവാക്കിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. മസാല ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെ. ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ എടുത്തു വെച്ച മസാല എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. മസാലയുടെ പച്ചിപ്പ് ഒന്ന് മാറി ഒരു നല്ല മണം വന്ന് തുടങ്ങുമ്പോൾ, മസാലയുടെ നിറം ഒന്ന് ചെറുതായിട്ട് മാറി വരുമ്പോൾ നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ പാനിൽ നിന്ന് നല്ല മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. മസാലയുടെ നിറവും ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്ലെയിമിൽ നിന്ന് മാറ്റാം. ഞാനതൊരു മിക്സിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊരു വാം ആവുന്നത് വരെ അങ്ങനെ തന്നെ നിന്നോട്ടെ. അതേ പാൻ വീണ്ടും മീഡിയം ഫ്ലെയിമിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു 1.5 കപ്പ് ചിരവിയ തേങ്ങ ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ചൂടായ എണ്ണയിലേക്ക് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൈ വിടാതെ ഇളക്കി കൊടുക്കുക. തേങ്ങയുടെ പച്ചമണം ഒന്ന് മാറി ഒരു വെളിച്ചെണ്ണയുടെ മണം വരുന്ന സമയത്ത്, അതിൻ്റെ നിറം ഒന്ന് ചെറുതായി മാറി വരുന്ന സമയത്ത് നമുക്കിത് പുറത്തേക്ക് എടുക്കാം. തേങ്ങയുടെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. പച്ചിപ്പ് പോയിട്ടുണ്ട്. നല്ല വെളിച്ചെണ്ണയുടെ മണം വരുന്നുണ്ട്. ഇനി ഇത് വേറൊരു തണിഞ്ഞ പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം അത് നമ്മൾ നേരത്തെ മസാല മാറ്റി വെച്ചില്ലേ, ഒരു വാം സ്റ്റേജ് ആയിട്ടുണ്ട്. അതിനി ഒരു തരിതരിപ്പോടെ, ഒരു ചെറിയ തരിതരിപ്പോടെ പൊടിച്ചെടുക്കണം. ഇതാ ഇതുപോലെ. ഇതപ്പോൾ തേങ്ങയും മസാലയും റെഡിയാണ്. ഇത് നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ ഫ്രിഡ്ജിൽ ഒരു 2 ആഴ്ച വരെയെങ്കിലും കേടാകാതെ നിന്നോളൂ കേട്ടോ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. അതേ പാൻ കഴുകൊന്നും വേണ്ട, മീഡിയം ഫ്ലെയിമിലേക്ക് ഒരു 3 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം ടു ലാർജ് സൈസിലുള്ള സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഈ ഒരു സ്റ്റേജിൽ വെളുത്തുള്ളി ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് ഒരു 2-3 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജാണ് നമുക്ക് വേണ്ടത്. അടുത്ത ഇൻഗ്രീഡിയൻസിന്റെ കൂടെ ചേർന്ന് വഴറ്റുമ്പോൾ ഉള്ളി ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആവും. ഇനി നമുക്ക് കോവയ്ക്ക ചേർത്ത് കൊടുക്കാം. കോവയ്ക്കയിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സ്റ്റേജിൽ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഇത് കുക്കറിലോ അല്ലാതെയോ ഇട്ട് ഒന്ന് വേവിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷെ ഇങ്ങനെ വഴറ്റിയെടുത്ത് ചെയ്യുന്നതിനാണ് കൂടുതൽ ടേസ്റ്റ്. ഇഷ്ടം പോലെ ചെയ്യാം. കോവയ്ക്ക ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഒരല്പം വെള്ളം തളിച്ച് അടച്ചു വെച്ച് വേവിക്കാം. കോവയ്ക്ക ഇങ്ങനെ വെന്ത് വരാൻ ഒരു 3 മുതൽ 4 മിനിറ്റ് വരെ എടുക്കും. അതുവരെ വെള്ളം തളിക്കുക, ഇളക്കി കൊടുക്കുക, അടച്ചു വെച്ച് വേവിക്കുക. ഇത് റിപ്പീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക.
ഇതാ 3.5 മിനിറ്റ് ആയപ്പോഴത്തേക്കും കോവയ്ക്ക നന്നായി വെന്തിട്ടുണ്ട്. വെന്തുടഞ്ഞിട്ടില്ല, പക്ഷെ വായിലിടുമ്പോൾ നല്ല സോഫ്റ്റ്നെസ് ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച കടല ചേർത്ത് കൊടുക്കാം. നമ്മൾ പൊടിച്ചു വെച്ച മസാല മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഈ മസാലയിലുള്ള ചുമന്ന മുളക് നിങ്ങളുടെ സ്പൈസ് ലെവലിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഫ്രൈ ചെയ്ത് വെച്ച തേങ്ങയും ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് കഴിഞ്ഞ് മസാലയുടെ നിറവും രുചിയും മണവും എല്ലാം എല്ലാ കഷ്ണങ്ങളിലേക്കും തേങ്ങയിലേക്കും ഒക്കെ പിടിക്കുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പം ഇതാ മസാലയുടെ നിറമൊക്കെ നന്നായിട്ട് എല്ലാത്തിലേക്കും പിടിച്ചിട്ടുണ്ട്. ഇനി ഒരു 30 മുതൽ 45 സെക്കൻഡ് നേരം ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെക്കണം. അതിനുശേഷം അടപ്പ് തുറന്ന് 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒന്ന് മേലെക്കൂടെ തൂവി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കടലേ മനോലി കോവയ്ക്ക കടല സ്റ്റിർ ഫ്രൈ ഉപ്പേരി ഇവിടെ റെഡിയാണ്. അപ്പം എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണ്ടേ. കുറച്ച് ടൈം എടുക്കും, പക്ഷെ അപാര രുചിയാണ് കേട്ടോ ഇതിന്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇത് വീട്ടിലുണ്ടാക്കി നോക്കണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.